എനിക്ക് ഈ സംഗീത ജീവിതത്തിൽ ഒരുപാട് ഓർമ്മകളുണ്ട്, ഒരുപാട് പേരോട് നന്ദിയുണ്ട്, ഒരുപാട് പേര് എനിക്ക് ഓർക്കാനുണ്ട്. അതിൽ കൂടെ എല്ലാം ഈ ചെറിയ സമയത്തുള്ളിൽ സഞ്ചരിക്കാൻ പറ്റില്ല. പറ്റുന്നിടത്തോളം ഞാൻ ശ്രമിക്കുന്നു. പറ്റാത്തത് എൻ്റെ കുറ്റമാണെന്ന് ധരിച്ച് എന്നോട് പരിഭവിക്കരുത്. മയിൽ പീലി മുടി ചൂടും മുകിൽ വർണ്ണ ഗുരുവായൂർ മതിലകത്തൊളി ചിന്നും മണിവിളക്കേ ഞാനൊരു 45 വർഷത്തിന് പുറകിൽ വന്നിരിക്കുകയാണ് ഞാനിൻ്റെ ചുവട്ടിൽ. എന്തെല്ലാം ഓർമ്മകളാണ് വന്നു പോകുന്നതെന്ന് എനിക്ക് തന്നെ മനസ്സിലാകുന്നില്ല. ഒരു പ്രത്യേക ഓർമ്മയെപ്പറ്റി പിടിച്ചു നിർത്തി ചിന്തിക്കാനും പറ്റുന്നില്ല. ഓർമ്മകളേ ഉള്ളൂ. അത് എൻ്റെ കുസൃതികളുണ്ട്, എനിക്ക് കിട്ടിയിട്ടുള്ള ശിക്ഷകൾ, പിന്നെ എന്നെ വാത്സല്യപൂർവ്വം പഠിപ്പിച്ചിട്ടുള്ള ഗുരുനാഥന്മാർ, അവരിൽ നിന്ന് കിട്ടിയ അനുഭവ പാഠങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ഒരു ഈ ജന്മത്തെ ഒരു സുഹൃതം കൊണ്ട് കിട്ടാൻ മാത്രം സാധിക്കുന്നൊരു കാര്യമാണ്. കാരണം ചെമ്മൻകുടി സ്വാമി ആണെങ്കിലും ജി എൻ സാറാണെങ്കിലും ഹരിഹരി സ്വാമി ആണെങ്കിലും സീതാരാമയ്യരാണെങ്കിലും സാറാണെങ്കിലും മധുര കേശവഭാഗവർ സാറാണെങ്കിലും പാറശാല പൊന്നമ്മാൾ, കേദാര സാറ്, എത്ര പേര് അവരൊക്കെ ഞങ്ങളെ കണ്ടിരുന്നത് അക്കാഡമിയിൽ ഫീസ് കൊടുത്ത് പഠിക്കുന്ന കുട്ടികളായിട്ടല്ല, ഇവരെങ്ങനെ പാടും എന്നുള്ളത് അറിയാനാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ പഠിക്കാൻ പറ്റുക ഈ ഭാവയാമി രഘുരാമം എന്നൊക്കെയുള്ള ഞങ്ങളാണ് ആദ്യമായിട്ട് പഠിക്കുന്നത്. ചെമ്മൻകുടി സ്വാമി ആദ്യം പഠിപ്പിക്കുന്നത് ഞങ്ങളെയൊക്കെയാണ്, ഒരു ആൾ ഇന്ത്യ റേഡിയോ മത്സരത്തിന് വേണ്ടി. അന്ന് എന്താ പറയണ്ടേ, ഇന്നത്തെ അന്തരീക്ഷമാണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അല്ല. അന്ന് പാട്ട് പഠിക്കാൻ വേണ്ടി മാത്രം വരുന്നവരും ഏതാണ്ട് ഒരു ഗുരുകുല സമ്പ്രദായത്തിൻ്റെ ഒരു മട്ടായിരുന്നു. കാരണം ഈ ഗുരുകുല സമ്പ്രദായത്തിൽ നിന്ന് പഠിച്ചു വന്ന അധ്യാപകന്മാരാണ് ഇവിടെ പഠിപ്പിച്ചിരുന്നത്. അങ്ങനെയുള്ള മാനസികാവസ്ഥയുള്ള ഗുരുനാഥന്മാരെ പഠിപ്പിച്ചപ്പോൾ അറിയാതെ തന്നെ ഗുരുകുല സമ്പ്രദായത്തിൻ്റെ ഒരു ഛായ ഇവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. കാലങ്ങൾ കഴിഞ്ഞെങ്കിലും അതിൻ്റെ ഒരു ചെറിയൊരു ഛായ, അതിൽ നിന്ന് കിട്ടിയ ഒരു അനുഭവങ്ങളും അതിൽ നിന്ന് കിട്ടിയ പാഠങ്ങളുമാണ് ഇന്ന് എന്തെങ്കിലും ഞങ്ങളൊക്കെ ആയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും അതിന് കാരണം. ക്ലാസ് പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ഇതിലേക്ക് നടക്കാൻ ഭയമായിരുന്നു. കാരണം ചെമ്മൻകുടി സ്വാമിയും സീതാരാമയ്യർ സാറും ഒക്കെ എവിടെ നിന്നാണ് കയറി വരുന്നതെന്നൊന്നും അറിയാൻ പറ്റില്ല. ഭയമായിരുന്നു തികച്ചും, ഭയവും ഭക്തിയും. ആ ഒരു കാലം ഇനി ഉണ്ടാകാൻ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം ഇന്നത്തെ കാലത്തെ കുട്ടികളുടെ
മാനസിക അവസ്ഥ തന്നെ മാറിയിരിക്കുന്നു. അവർക്ക് ഇത് കഴിഞ്ഞിട്ട് ജോലി കിട്ടണം, അങ്ങനെയൊക്കെയുള്ള പല പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഞങ്ങൾക്കന്ന് അങ്ങനൊന്നും അല്ലായിരുന്നു. കാരണം ഇതിനകത്ത് കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ഗുരുകുല സമ്പ്രദായത്തിൽ വന്നുകൊണ്ടാണ് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ ഒന്നും ആഗ്രഹിക്കാനൊത്തില്ല. അന്നൊരു ദിവസം ക്ലാസ്സിൽ, ഈ ക്ലാസ്സിലാണ് ഞങ്ങളെല്ലാം കൊണ്ടിരുന്ന് പാടുമ്പം സ്വാമിയെ ക്ലാസ് എടുക്കുന്നത്, ചെമ്മൂടി സ്വാമി ഏതാവുന്നറ എന്നുള്ള കല്യാണി രാഗത്തിലുള്ള കീർത്തനം പഠിപ്പിച്ച് ഏതാവുന്നറ നിലക്കടലി, ആ ഒരു കീർത്തനമുണ്ട്. അത് പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പം ഓരോരുത്തരായിട്ട് പാടിച്ചു. ഇപ്പോഴും എനിക്ക് അത്ഭുതമായിട്ട് അവശേഷിക്കുന്ന ഒരു കാര്യമാണ് അദ്ദേഹം, സ്വാമി എന്ന് പറഞ്ഞ കാര്യം. ദാസ് പാടിക്കഴിഞ്ഞപ്പോൾ പറഞ്ഞു, എന്നടാ ഉനക്ക് ഫിലിം സോങ്സ് താൻ ലൈക്ക്. അപ്പോൾ ഈ ലൈക്ക് എന്നുള്ളതിൻ്റെ അർത്ഥം ഞങ്ങൾക്കറിയാം, എനിക്ക് മനസ്സിലായില്ല. പിന്നെ അന്വേഷിച്ചപ്പോഴായിരുന്നു നിനക്ക് ഫിലിം സോങ്ങാണ് യോജിക്കുന്നത് എന്ന്. അന്ന് ഈ മലയാള സിനിമയുടെ ഗാനഗന്ധർവൻ ഈ 4 മതിലിനകത്തായിരുന്നു. അതുകൊണ്ട് സിനിമാ പാട്ടുകളിൽ ഭ്രമിച്ച് പോകാനുള്ള ഒരു അവസരവും ഞങ്ങൾക്കുണ്ടായില്ല. ക്ലാസിക്കൽ സംഗീതം നല്ലപോലെ പഠിക്കാനൊരു മാനസികാവസ്ഥയും ഇവിടുത്തെ അന്തരീക്ഷവും അതായിരുന്നുകൊണ്ടൊക്കെ ആയിരിക്കണം കുറച്ചെങ്കിലും സംഗീതം അഭ്യസിക്കാൻ പറ്റിയത് എന്ന് വിചാരിക്കുന്നു. അന്നത്തെ കാലത്ത് പഠിക്കാൻ സാധിച്ചത് ഈശ്വരൻ്റെ ഒരു ഞങ്ങളോടൊക്കെ കാണിച്ചൊരു വലിയൊരു അനുഗ്രഹം, കാരുണ്യം എന്ന് വിചാരിക്കുക. എൻ്റെ സംഗീത കച്ചേരികളെ പറ്റി ആലോചിക്കുമ്പോൾ പത്മശ്രീ മാവേലിക്കര കൃഷ്ണൻകുട്ടി നായർ എന്ന് പറയുന്ന ആ വ്യക്തിയെ, എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തി എന്ന് പറഞ്ഞാൽ ശരിയാവില്ല, എൻ്റെ അച്ഛൻ്റെ സ്ഥാനീയൻ എന്ന് തന്നെ പറയണം. അദ്ദേഹത്തെ ഓർക്കാതിരിക്കാൻ ഒക്കില്ല. കാരണം അച്ഛൻ്റെ അവസാന കാലത്ത് കൃഷ്ണൻകുട്ടി ചേട്ടൻ വീട്ടിൽ വന്നപ്പോൾ ഇവന് കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞ് പാട്ട് പഠിക്കണമെന്ന് പറഞ്ഞ് വന്നിരിക്കുകയാണ്. അവന് പാടാൻ കഴിവുണ്ടെങ്കിൽ കൃഷ്ണൻകുട്ടി നായരെ ഒന്ന് നോക്കണം എന്ന് പറഞ്ഞ് ആദ്യമായിട്ട് എന്നെ അരങ്ങേറ്റത്തിന് കൊണ്ടുവന്ന് തന്നെ മാവേലിക്കര കൃഷ്ണൻകുട്ടി ചേട്ടൻ. അരങ്ങേറ്റം മുതൽ അദ്ദേഹം ഈ ലോകത്തോട് വിട പറയുന്ന കുറച്ച് ദിവസങ്ങൾ മുമ്പ് വരെ എൻ്റെ കച്ചേരിക്കായിരുന്നു വായിച്ചിട്ടുള്ളത്. ഞാൻ ഏറ്റവും കൂടുതൽ പാടിയിട്ടുള്ളത് കൃഷ്ണൻകുട്ടി ചേട്ടൻ വായിച്ചിട്ടുള്ള കച്ചേരികൾക്കാണ്. ഒരു 99.25%. ഒരുപക്ഷെ എൻ്റെ സംഗീതത്തിലുള്ള കച്ചേരികൾക്കുള്ള ഒരു ബലം കൃഷ്ണൻകുട്ടി ചേട്ടൻ്റെ മൃദംഗം തന്നെയായിരുന്നു എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അരങ്ങേറ്റത്തിന് കൊണ്ടുപോയ കഥയൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ രസകരമായ കഥകളാണ്. എനിക്ക് വളരെ ഭയമായിരുന്നു അന്ന് പോകാൻ. 1959 ഹരിപ്പാട്ടെ രാമകൃഷ്ണാശ്രമത്തിൽ വെച്ചിട്ടായിരുന്നു എൻ്റെ അരങ്ങേറ്റം. ഈ പിടിച്ചു വലിച്ചോ, പൂച്ചയൊക്കെ കയറിട്ട് പിടിച്ച് വലിക്കുക എന്ന് പറയുന്ന പോലെ അങ്ങനെ പിടിച്ചു വലിച്ച എന്നെ കൊണ്ട്. കാരണം എൻ്റെ ഭയം കൊണ്ടാണ്. എങ്ങനെയൊക്കെയോ എന്നെ പിടിച്ചു വലിച്ച് സ്റ്റേജിൽ കയറ്റി എൻ്റെ അരങ്ങേറ്റം അവിടെ നടത്തി. എൻ്റെ വലത്ത് വയസ്സ് കൃഷ്ണൻകുട്ടി ചേട്ടനില്ല, എനിക്ക് പാടാനൊക്കാത്ത ഒരു മാനസികാവസ്ഥ വരെ എനിക്കുണ്ടായിട്ടുണ്ട്. രാധാകൃഷ്ണനാണെങ്കിൽ കൃഷ്ണൻകുട്ടി ചേട്ടനെ ഒക്കാത്തതിന് മാത്രമേ വേറെ ആളിനെ വിളിച്ചിട്ടുള്ളൂ. എന്നായാലും രാധാകൃഷ്ണൻ്റെ കച്ചേരി ഉണ്ടെങ്കിൽ വലിയ ഇഷ്ടമാണ്. അങ്ങനെ ഇരുന്ന് എല്ലാവരും കൂടെ ഒന്നിച്ച് കച്ചേരിക്ക് പോകും. പലയിടത്തും ഞാനും പോയിട്ടുണ്ട് കൂടെ. ഞങ്ങളുടെ നാട്ടിലോട്ടൊക്കെ പോകുമ്പോൾ ഞാനും കാണും. പിന്നെ രാധാകൃഷ്ണൻ്റെ അമ്മയാണെങ്കിൽ എൻ്റെ ടീച്ചറാണ്, പാട്ട് ടീച്ചറായിരുന്നു പണ്ട് മാവേലിക്കര ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ. അങ്ങനെ നേരത്തെ രാധാകൃഷ്ണൻ കുഞ്ഞായിട്ടിരിക്കുമ്പോഴേ ടീച്ചർ സ്കൂളിൽ കൊണ്ടുവരും, ഞങ്ങളൊക്കെ എടുത്തുകൊണ്ട് നടക്കുമായിരുന്നു അന്ന്. പിന്നെ ഇവിടെ കുറേ കഴിഞ്ഞ് ഇവിടെ വന്നാണ് പിന്നെ കാണുന്നത്. അന്നപ്പോൾ പിന്നെ വീട്ടുകാരെ പോലെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയും വരികയും എല്ലാം ചെയ്യുമായിരുന്നു. രാധാകൃഷ്ണൻ്റെ ഓമനയുടെ എല്ലാം കച്ചേരിക്ക് പോകുമായിരുന്നു കൃഷ്ണമച്ചാൻ. സംഗീത ലോകത്തിൽ ഇന്നത്തെ എൻ്റെ ഈ തൊഴിലിലേക്ക് വരാൻ
കാരണക്കാരായ ഒരുപാട് പേരൊന്നുമില്ല. അതിലെനിക്ക് ഓർക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പേര് എന്ന് പറയുന്നതാണ് ശ്രീ ചേർത്തല ഗോപാലൻ നായർ. അപ്പോൾ അദ്ദേഹത്തിനെ ഓർക്കുന്നതിന് ഏറ്റവും പറ്റിയത് അദ്ദേഹത്തിൻ്റെ പ്രിയപത്നി താമസിക്കുന്ന ഇവിടെ വന്ന് അവരുമായിട്ടൊരു നിമിഷം അദ്ദേഹത്തെ പറ്റി സ്മരിക്കുക എന്നുള്ളതാണ്. എൻ്റെ അച്ഛൻ എനിക്ക് ജോലി കിട്ടണമെന്നുള്ള ആഗ്രഹത്തിൽ അക്കാഡമിയിൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അന്ന് ചേർത്തല ഗോവർദ്ധനേട്ടന് ആകാശവാണി പ്രൊഡ്യൂസറാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ശ്രമഫലമായിട്ടാണ് ആകാശവാണിയിൽ എനിക്ക് കാലെടുത്ത് കുത്താൻ പറ്റിയത്. അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും ലളിതഗാനങ്ങൾ ചെയ്യാൻ പറ്റിയത്. അതുകൊണ്ടാണ് എനിക്ക് സിനിമയിൽ പോകാൻ പറ്റിയത്. ഞാൻ ഈ മ്യൂസിക് ഡയറക്ഷൻ്റെ ഭാഗത്തേക്ക് വരാനുണ്ടായ കാരണം അദ്ദേഹമാണ്. 4-5 സിനിമകളിൽ പിന്നണി പാടിയിട്ടുള്ള ഒരു പ്രശസ്ത ഗായികയാണ്. ദേവരാജൻ മാസ്റ്ററുടെയും പിന്നെ ONV സാറിൻ്റെയും പാട്ടുകൾ കാലം മാറുന്നു അല്ലേ, കാലം മാറുന്നു എന്നുള്ള പടത്തിൽ പാടിയിട്ടുണ്ട്. ഇതൊന്നും പലർക്കും ഇപ്പോഴത്തെ പുതിയ തലമുറയ്ക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ എൻ്റെ ജീവിതവുമായിട്ട് വളരെ ബന്ധപ്പെട്ടൊരു കുടുംബമാണിത്. രാധാകൃഷ്ണനും അച്ഛനുമായിട്ട് പിന്നെ ഞങ്ങളുടെ വീട്ടിൽ വരുമ്പോൾ രാധാകൃഷ്ണൻ ചെറുതാണ്. അപ്പോൾ അച്ഛൻ ഒരു ദിവസം പറഞ്ഞു, രാധാകൃഷ്ണൻ്റെ അച്ഛൻ പറഞ്ഞു അവൻ കുറച്ചൊക്കെ പാടും, ഒന്ന് പാടിച്ച് നോക്കണം. അപ്പോൾ സാറ് പറഞ്ഞു ഒരു പാട്ട് പാടും രാധാകൃഷ്ണൻ. ഉടനെ രാധാകൃഷ്ണനെ ഏതാണെന്ന് എനിക്ക് ഓർമ്മയില്ല പാട്ട് പാടി. അപ്പോഴേ ഭയങ്കര ഇഷ്ടമായി സാറിന്, ഭയങ്കര ഇഷ്ടമായിട്ട് എൻ്റെ അടുക്കെ പറഞ്ഞു എന്തൊരു നല്ല കലാകാരനെന്ന് അറിയാമോ, ഭയങ്കര ഉയർച്ചയുള്ളൊരു ആളായിട്ട് വരും. ഇവർ രണ്ടുപേരും കൂടി ഒരു കച്ചേരി നടത്തിയിട്ടുണ്ട്. രാധാകൃഷ്ണൻ ഓർമ്മയുണ്ടോ? ഞാൻ കുറേ പാടിയിട്ടുണ്ട്. സാറിൻ്റെ കൂടെ ഒരു കച്ചേരി അവർ രണ്ടുപേരും കൂടെ പാടി. അല്ല, ഇത് പറയുമ്പോൾ ഇടയ്ക്ക് എനിക്കൊരു കാര്യം ഞാൻ പറയാൻ വിട്ടു, ഏതോ പറയണമല്ലോ. മലയാള ഗാനങ്ങൾക്ക് ഇന്നത്തെ ഒരവസ്ഥ ഉണ്ടാക്കിയൊരു വ്യക്തി ഒരു സംശയവും വേണ്ട, ചേർത്തല ഗോപാലൻ നായരാണ്. കാരണം ഇല്ലെങ്കിൽ ഈ മലയാള ഗാനങ്ങൾ ഇത് അളിവേണി എന്ത് ചെയ്യും, എത്ര പാട്ടാണ് ശ്രീപതേ ശ്രീനാരായണ, ഇതുപോലുള്ള മലയാള ഗാനങ്ങൾ മുഴുവൻ ചെയ്തിരിക്കുന്ന ഗോപാലൻ നായർ സാറാണ്. മലയാള ഗാനങ്ങൾക്ക് വേണ്ടി ഒരു പ്രോഗ്രാം പോലും ആകാശവാണി ഷെഡ്യൂൾ ചെയ്തു, ഒരു അരമണിക്കൂർ പ്രോഗ്രാം. പക്ഷേ അത് എനിക്കുള്ള ദുഃഖം വേറൊന്നുമല്ല, ഇത്രയും വലിയൊരു വർക്ക് ചെയ്തിട്ട് പോലും അതിനുള്ള അംഗീകാരം അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയം. ആകാശവാണി ജീവിതത്തെക്കുറിച്ച് ഞാൻ ഓർക്കുമ്പോൾ ഒരുപാട് മഹാരഥന്മാരുടെ കൂടെ ജോലി ചെയ്യാനുള്ള ഒരു ഭാഗ്യം കിട്ടിയ വ്യക്തിയാണ് ഞാൻ. കൈനിക്കര കുമാരപിള്ള സാറ്, തിരുനേണ്ടർ കുച്ചിമാധവൻ നായർ, KG സേതുനാഥ്, എനിക്ക് സിനിമയിലേക്ക് ആദ്യം പാടാനൊരു അവസരം തന്ന ശ്രീ G വിവേകാനന്ദൻ എന്ന് വേണ്ട K പത്മനാഭൻ നായർ, ഇങ്ങനെയുള്ള എല്ലാ പ്രതിഭകളുടെ കൂടെയും ജോലി ചെയ്തിട്ടുള്ള ഞാൻ എൻ്റെ ഒരു സൗഭാഗ്യകാലത്താണ് അവിടെ ലളിതഗാനങ്ങൾ ചെയ്യാൻ തുടങ്ങിയത്. ഈ ലളിതഗാനങ്ങളെ പറ്റി സംസാരിക്കുമ്പോൾ ആകാശവാണിയിൽ എനിക്കൊരിക്കലും മറക്കാനൊക്കാത്തൊരു മുഖമുണ്ട്. പെരുമ്പാവൂർ രവീന്ദ്രനാഥ മേനോൻ. രവിയുടെ പാട്ട് പോലെ തന്നെ രവിയുടെ സ്വഭാവവും എന്നെ വളരെയധികം സ്വാധീനിച്ചിട്ടുള്ളതെന്നാണ്. എൻ്റെ ജീവിതത്തിൻ്റെ ഓർമ്മകളിൽ കൂടി ഞാൻ പോകുമ്പോൾ രവിയുടെ ഒരു സ്മരണ ഇല്ലാണ്ട് എനിക്ക് മുമ്പോട്ട് പോകാനൊക്കില്ല. ഞാൻ BSc ഒക്കെ പഠിക്കുന്ന കാലത്താണ് ഈ രാധാകൃഷ്ണൻ എൻ്റെ ക്ലാസിക്കൽ കച്ചേരി കേട്ട് ഭ്രമിച്ചിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഗുരുനാഥൻ പറയും, അദ്ദേഹം വലിയ സംഗീതജ്ഞനായിരുന്നു. അങ്ങനെ പറയും, സംഗീതത്തിന് കരുണ, ഭാവം, പല രസങ്ങളുണ്ടെങ്കിലും സൗന്ദര്യം എന്ന് പറഞ്ഞൊരു രസമുണ്ട്. അപ്പോൾ രാധാകൃഷ്ണൻ്റെ പാട്ട് കേട്ടിട്ട് അദ്ദേഹം പറയണമെന്ന് വെച്ചാൽ രാധാകൃഷ്ണൻ്റെ ഏജും പാട്ടും തമ്മിൽ ഭയങ്കര ബന്ധമാണ്. നല്ല ചെറുപ്പകാലമാണ്, കീർത്തനങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ടാണ് പാടുന്നത്. അപ്പോൾ ഗുരുനാഥൻ എപ്പോഴും MS സുബ്ബലക്ഷ്മിയുടെ ഒരു ഉദാഹരണം പറയും. എല്ലാവരും പാടുമെങ്കിലും അതിനൊരു സൗന്ദര്യം ആ പാട്ടിനുണ്ട്. ഇതേപോലെ തന്നെ ഒരു മെയിൽ വോയിസ് എൻ്റെ ഗുരുനാഥൻ പറഞ്ഞിരിക്കുന്ന രാധാകൃഷ്ണൻ്റെ പാട്ടിനെ പറ്റിയാണ്. എപ്പോഴും കച്ചേരി കേട്ട് കഴിഞ്ഞിട്ട് ഇന്നലെ അപ്പോൾ ഒരു സൗത്ത് സൗണ്ട് കുക്കപ്പ് ആകാശവാണിയുടെ അന്നത്തെ പ്രോഗ്രാം, അപ്പോൾ അതൊക്കെ ഞാനൊക്കെ ജോയിൻ ചെയ്തിട്ടില്ല. ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, ഒരു മധ്യമാവധി പാലിൻസു കാമാക്ഷി, ഈ കീർത്തനം ഞാൻ റെക്കോർഡ് ചെയ്ത് വച്ചിരുന്നു. എന്നിട്ട് ആരോ എൻ്റെ അടുക്കൽ കൊണ്ടുപോയി, പിന്നെ എനിക്ക് തിരിച്ചു കിട്ടില്ല. ഒരു 8 മിനിറ്റിലെ മധ്യമാവധി എന്ന് പറഞ്ഞാൽ ഇതിന് മീതെ നമുക്കൊരു മധ്യമാവധി ചിന്തിക്കാൻ പറ്റില്ല.
അതിൻ്റെ അത്രയും സമയമുള്ളൂ. ആകെ 58 മിനിറ്റ് പരിപാടിയിൽ ഒരു 7 മിനിറ്റെങ്കിൽ പാടിയിട്ടുള്ളൂ. പക്ഷേ ആ മധ്യമാവധി ഒരു വളരെ ടഫ് രാഗ, വളരെ ഈസി ആണെന്ന് തോന്നുമെങ്കിലും പല രാഗങ്ങളുടെയും കോമ്പിനേഷൻ വരാൻ ഇതൊന്നും ഇല്ലാണ്ട് ശുദ്ധമായ ഒരു മധ്യമാവധി. അതേപോലെ എവരി മാട്ട, ഇങ്ങനെ ഒരുപാട് കീർത്തനങ്ങൾ എല്ലാം ഈ ഗുരുനാഥൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇതെല്ലാം ഉരുപ്പടികളാണ്. ശരിക്കും രാധാകൃഷ്ണൻ ചേട്ടൻ പാടുമ്പോൾ അത് ഉരുപ്പടി തന്നെയായിരുന്നു. ഒരുപാട് റെയർ രാഗാസ് രാധാകൃഷ്ണൻ ചേട്ടൻ സിനിമയ്ക്കളെ ഈ ആകാശവാണിയുടെ ലളിത ഗാനങ്ങളിൽ കൂടെ വന്നിട്ടുണ്ട്. രീതികൗള അതിന് ഒരു ഉദാഹരണമാണ്. അഷ്ടപതിയിലെ രീതികൗളയിലെ ആദ്യത്തെ പാട്ടെന്ന് പറയാനുള്ള അതാണ്. ഇന്നത്തെ കാലത്ത് ഇവർ ഈ പാട്ടുകൾ ജഡ്ജ് ചെയ്യുന്നതൊക്കെ എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ 120 ട്രാക്ക് 160 ട്രാക്കൊക്കെയാണ്. ഇത് ഈ അടുത്ത കാലത്ത് പറഞ്ഞാൽ ചെയ്തത് 160. നമ്മൾ ചെയ്ത ഇതിലാണ് ഒരു ട്രാക്ക്, ഒരു മൈക്ക്. അത് നമ്മൾ ഇൻസ്ട്രുമെന്റ് വെച്ച് വേറെ കാര്യം, അന്ന് രാധാകൃഷ്ണൻ ചേട്ടൻ നല്ലൊരു റെക്കോർഡിസ്റ്റ് ആയിരുന്നു. അതെ, ശരിയാണ്. അത് മാത്രമല്ല എന്ന് വെച്ചാൽ കനച്ചാമയ്ക്ക് രാധാകൃഷ്ണൻ ചേട്ടൻ തന്നെ നിന്ന് റെക്കോർഡ് ചെയ്ത. അതെ അതെ, ഒരു മൈക്കാണ്. ആ ഒരു മൈക്കിനകത്ത് നമ്മൾ എല്ലാം കൂടെ ചേർത്ത് വെക്കും അല്ലേ. ഈ സിത്താറുകാരൻ്റെ ഇടയ്ക്കിടയ്ക്കാണ് സിത്താറുകാരൻ്റെ കൈയുടെ ഇടയിൽ കൂടെ വീണയുടെ തലയിപ്പുറത്ത് വരും. കാരണം ഒറ്റ മൈക്കല്ലേ ഉള്ളൂ. അതൊക്കെ ഒരു കാലം തന്നെയാണ്. ഒരു ഭയങ്കര അനുഭൂതിയുള്ളൊരു പീരിയഡാണ്. അതായത് ഒരുപാട് ശ്രമിച്ചു, ആ ശ്രമത്തിന്റെ ഫലം കിട്ടി.